കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് കാര്യം. എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ ഇപ്പോൾ അതിന്റെ എണ്ണം 10 മടങ്ങ് കൂടുന്നു എന്ന ആശങ്കയുണർത്തുന്ന വാർത്ത വരുന്നുണ്ട്. ഈയിടെയായിട്ട് കൊച്ചിയിലെ HIV കേസസിന്റെ എണ്ണം വളരെയധികം കൂടുന്നുണ്ടെന്ന് ന്യൂസ് കാണുന്നുണ്ട്. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം? കൊച്ചിയിൽ മാത്രമല്ല, ഓവറോൾ കേരളത്തിൽ HIV കേസസ്, എയ്ഡ്സ് കേസസിന്റെ കേസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ ആസ് വെൽ ആസ് IV ഡ്രഗ് അബ്യൂസ്. IV ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ലഹരി മരുന്ന് കയ്യിൽ, ദാറ്റ് ഈസ് വെയിനിൽ കുത്തി ഉപയോഗിക്കുന്നതാണ് IV ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു നീഡിൽ ഒരു തവണ യൂസ് ചെയ്തതിനു ശേഷം ചിലപ്പോൾ അതേ നീഡിലായിരിക്കും അവരുടെ കൂടെയുള്ള ആൾക്കൂടെ യൂസ് ചെയ്യുന്നത്. കൂടെ ഒരാൾക്ക് HIV ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത യൂസേജിൽ ഈ വൈറസ് അടുത്ത ആൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല വീഡിയോസും ഉണ്ട്. ഇവർ ഹിഡൻ ആയിട്ട് പല IV ഡ്രഗ് അബ്യൂസേഴ്സ് യൂസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആൾക്കാരുണ്ട്. അതിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഇതൊരു ഗ്രൂപ്പായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. കുറേ ആൾക്കാർ കൂട്ടത്തിലിരുന്ന് ഒരു നീഡിൽ കൊണ്ട് തന്നെ പലതവണ കുത്തി, ഇവിടെ ഒരാൾ കുത്തി, അടുത്ത് കുറച്ച് വെള്ളം എടുത്ത് അത് ക്ലിയർ ചെയ്ത് പിന്നെയും ഡ്രഗ് എടുത്ത് അടുത്ത ആൾ അതേ നീഡിൽ കൊണ്ട് തന്നെയാണ് കുത്തുന്നത്. ഇതിലൊരാൾക്ക് HIV ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത ആളിലേക്ക് ട്രാൻസ്മിറ്റ് ആയി. ഇത് കൂടുതലും വരുന്നത് മൈഗ്രന്റ് പോപ്പുലേഷൻ അധികമുള്ള സ്ഥലത്താണ്. മൈഗ്രന്റ് ലേബറേഴ്സ് ഉള്ള കൂടുതലുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. റീസൺ നമുക്കറിയില്ല, ബട്ട് അങ്ങനെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ, കേരളത്തിൽ ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. രണ്ടാമത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയുള്ള അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ്. പണ്ട് ഇതിനെക്കുറിച്ച് വളരെയധികം ക്യാമ്പയിൻസ് നടന്നിരുന്നു. ഇപ്പൊ ക്യാമ്പയിൻസ് കുറവാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഫീൽഡ് വളരെയധികം വളരാനുണ്ട് നമ്മുടെ കേരളത്തിൽ. അതുപോലെ തന്നെ ദ ഡേഞ്ചേഴ്സ് ഓഫ് ഹോമോസെക്ഷുവാലിറ്റി, സെക്ഷൽ ഇന്റർകോഴ്സ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രാൻസ്മിറ്റിംഗ് റേറ്റ് പൊതുവെ മെയിൽ ടു മെയിൽ സെക്സിനേക്കാൾ കുറവാണ്. മെയിൽ ടു മെയിൽ സെക്സ് ആണ് ഏറ്റവും കൂടുതൽ HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഇൻ ഹോമോസെക്ഷുവാലിറ്റി ഡെഫിനറ്റ്ലി വെൻ ഇറ്റ് ഈസ് അൺപ്രൊട്ടക്റ്റഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി കോസിങ് ദ സ്പ്രെഡ് ഓഫ് HIV. മൂന്നാമത്തത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ അധികം സ്ക്രീനിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ HIV സ്ക്രീനിങ് കൂടുതൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് HIV ഉള്ളവർക്ക് തന്നെ ചിലപ്പോൾ ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മുടെ അതോറിറ്റീസിന് എടുക്കാൻ പറ്റും. സ്ക്രീനിങ് നടക്കണം. സ്ക്രീനിങ് കൂടിയാൽ മാത്രമേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ.